ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിന്ന് ഉണ്ടാക്കിയത് കപ്പയും മീനും ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം മത്തി ചാള എന്നൊക്കെ പറയുന്ന സാധനമാണ് ഞാനിന്നിപ്പം മീനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അതിനെ ഉള്ളിയൊക്കെ താളിച്ച് ഉള്ളി താളിക്കില്ല, ഉലുവയിട്ട് താളിച്ച് അതിലേക്ക് നമ്മൾ പുളി, തക്കാളി, മീൻ, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എന്നിട്ട് മുളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോഴേക്കും കപ്പ ഞാനൊരു കുക്കറിൽ വേവിക്കുന്നുണ്ട്. കുക്കറിൻ്റെ മൂടിയിട്ട് വേവിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ഉടഞ്ഞ് ഒന്നും കഴിക്കാൻ കിട്ടാത്ത പോലെ ഇപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെയാണ് വേവിച്ചെടുക്കണേ. അപ്പോഴേക്കും കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം മീൻകറി വെക്കുമ്പം എപ്പോഴും വാളൻപുളി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി തിളച്ചതിന് ശേഷം മാത്രം തേങ്ങ ഒഴിക്കുക. അതും കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഓക്കെ, അപ്പം അടുത്തത് നമ്മുടെ കപ്പ ഇത് റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു. എന്നിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ അതിനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കപ്പയും മീനെന്നുള്ളത് കേരളത്തിലുള്ള ഒരു ട്രഡീഷണൽ ഫുഡാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, ആർക്കും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡും കൂടിയാണ്. അപ്പം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ഉള്ളി, അതേപോലെ വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഒന്ന് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഈ കപ്പയ്ക്ക്. വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കറിയും കൂടി ഉണ്ടെങ്കിൽ വായിൽ കപ്പലോടും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഉടച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം വേണ്ടവർക്ക്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. കറി ഒഴിച്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ച് തേങ്ങാപ്പാൽ ഇതിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. പാലക്കാടുള്ളവരൊക്കെ മിക്കവാറും വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. കുടംപുളി ഉപയോഗിക്കുമ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. വേറൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്